നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. പട്ടാമ്പി നമ്പറം ഭാഗത്തു നിന്നുമാണ് ചാക്കിൽ കഞ്ചാവ് കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി നമ്പ്രം റോഡിൽ ഭാരതപ്പുഴയ്ക്ക് സമീപത്തു നിന്നാണ് വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത്. ഉപേക്ഷിച്ച നിലയിൽ കണ്ട ചാക്ക് നാട്ടുകാർ പരിശോധിക്കുകയായിരുന്നു. തുടർന്ന് പട്ടാമ്പി പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി പരിശോധന നടത്തി. 10 കിലോ 122 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ എത്തിച്ചതാകാം ഇതെന്നാണ് നിഗമനം. കച്ചവടക്കാർക്ക് കൈമാറുന്നതിനായി കഞ്ചാവ് ശേഖരമുള്ള ചാക്ക് ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്ന രീതിയും മാഫിയ സംഘങ്ങൾക്കുള്ളതായാണ് ലഭിക്കുന്ന വിവരം. കണ്ടെത്തിയ കഞ്ചാവ് പട്ടാമ്പി പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. കഞ്ചാവ് ശേഖരം എത്തിച്ച പ്രതികളെ കണ്ടെത്തുന്നതിനായി അന്വേഷണവും ആരംഭിച്ചു. CCTV ഡയറക്ടർ ബോർഡ് അംഗം ഷാജി വി ജോസിന്റെ പിതൃ സഹോദരൻ ആർത്താറ്റ് പരേതനായ വാഴപ്പിള്ളി ചാക്കു മകൻ ആന്റണി ചാക്കോ നിര്യാതനായി 84 വയസ്സായിരുന്നു. കൊച്ചുത്രേസ്യ ടീച്ചർ ഭാര്യയും ഷൈൻഡി ആന്റണി, ഷൈജി ആന്റണി, ജോഫി ആന്റണി എന്നിവർ മക്കളുമാണ്. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഭക്തിഗാന രചന, കഥകളി, നാടകം, നിർമ്മാണം തുടങ്ങി നിരവധി മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭയായിരുന്നു ആന്റണി ചാക്കോ. 200-ലേറെ ഭക്തിഗാനങ്ങൾ രചിച്ച് സ്വന്തമായി ചിട്ടപ്പെടുത്തി ആലപിച്ച അദ്ദേഹത്തിന്റെ കലാജീവിതം പക്ഷേ വേണ്ടത്ര രീതിയിൽ അറിയപ്പെട്ടിരുന്നില്ല. അധികമാരും കൈവയ്ക്കാത്ത കഥകളി സ്വന്തമായി ചിട്ടപ്പെടുത്തിയ അദ്ദേഹം പഠനകാലത്ത് റാണി മരിയ എന്ന നാടകം എഴുതുകയും സ്കൂളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാടകങ്ങൾ രചിക്കുക മാത്രമല്ല, അരങ്ങിൽ കഥാപാത്രങ്ങളെ അനശ്വരമാക്കുകയും ചെയ്തു. നാരായണൻ നമ്പ്യാർ, ഗോപി ആശാൻ, സെയ്താലി മരക്കാർ എന്നീ പ്രഗത്ഭരായ ആശാന്മാരുടെ ശിക്ഷണത്തിലായിരുന്നു കളരി അഭ്യാസം. അഗ്രികൾച്ചറിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും ആ മേഖലയിൽ തുടരാതെ ഓട്ടോമൊബൈൽ രംഗത്തേക്ക് തിരിഞ്ഞു. പഠനം പൂർത്തിയാക്കിയ ശേഷം 35-ാം വയസ്സിൽ ഗൾഫിലെത്തി. പിന്നീട് 2 പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവാസ ജീവിതം. പിന്നീട് നാട്ടിൽ വന്ന് കോർ ഗ്രൂപ്പിൽ ചേർന്ന ശേഷമാണ് ഗാനരചന ആരംഭിക്കുന്നത്. ക്രിസ്ത്യൻ ദർശനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ കലാസപര്യയുടെ പ്രചോദനം. 200-ൽ-ഏറെ ക്രിസ്തീയ ഗാനങ്ങൾ എഴുതിയതിനു പുറമെ യേശുവിന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള പീഡാനുഭവങ്ങളുടെ ചരിത്രമടങ്ങിയ ഓട്ടൻതുള്ളൽ 500 പള്ളിയിലും വിവിധ വേദികളിലും അവതരിപ്പിച്ചു. ആത്മീയതയുടെയും കലയുടെയും വഴികളിലൂടെ സ്വജീവിതം ധന്യമാക്കിയ കലാപ്രതിഭയാണ് ഓർമ്മയാകുന്നത്. കുലുക്കല്ലൂർ വണ്ടുംതറ മീഡിയ ചാരിറ്റി ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ ഓഫീസ് ഉദ്ഘാടനവും രോഗി പരിചരണ ഉപകരണങ്ങളുടെ സമർപ്പണവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടുംതറ മീഡിയ ചാരിറ്റി ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ ഓഫീസ് ഉദ്ഘാടനവും രോഗപരിചരണ ഉപകരണങ്ങളുടെ സമർപ്പണവുമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ ആയാലും അതേപോലെ ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ ഒക്കെ തന്നെ നല്ലൊരു ശതമാനം തുകയും സംഖ്യയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും വലിയ നല്ലൊരു മനസ്സും ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ 6 വർഷമായി വണ്ടുംതറ മീഡിയ ഇത്തരത്തിലുള്ള ജനോപകാരപ്രദമായ ഒട്ടനവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ്. പല പരിപാടികളിലും ഞാനും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്കും. അതുകൊണ്ട് തന്നെ ഈ വണ്ടുംതറ പ്രദേശത്തെ ഒരുപാട് ക്ലബുകളും അതേപോലെയുള്ള ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ തന്നെ ഉണ്ട്. ഇതില് വണ്ടുംതറ മീഡിയക്കാരാണോ നമ്മുടെ ബഡ്സ് സ്കൂളിന് വേണ്ടിയിട്ട് ഒരു ഫ്രിഡ്ജ് വണ്ടുംതറ മീഡിയയാണ് തന്നത് തോന്നുന്നു. അപ്പൊ അത്തരത്തിലുള്ള പഞ്ചായത്തിനെയും ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് സഹായിക്കുന്ന ഒരു രീതി ഈ വണ്ടുംതറ പ്രദേശത്തുണ്ട്. എന്തായാലും നമ്മളെ ജീവിത രീതിയാകെ തന്നെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഒരു കുറവ് എത്താൻ കഴിയുള്ളൂ. വണ്ടുംതറ മീഡിയ സെന്റർ പ്രസിഡന്റ് മസിഫ് ഹാജി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ റിയാസ് ചിരങ്കര മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ പി കെ ആസിയ രോഗപരിചരണ ഉപകരണങ്ങളുടെ സമർപ്പണം നിർവഹിച്ചു. വി പി സുരേഷ്, കെ കെ അബൂബക്കർ, രമാമണി, എൻ ഗോപകുമാർ, അബ്ദുൽ സലാം, രാജൻ, സി പി നാസർ, കെ കെ ഷറഫു, കെ ടി റിയാസ്, എം സി ഷുഹൈബ്, അനിൽ, സി ഷുക്കൂർ മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു. മുതുതല സ്വദേശിയും അധ്യാപകനും എഴുത്തുകാരനുമായ AP ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ 2ാമത്തെ പുസ്തകം പെൺമഴ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. വയനാട് വാളാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2002 SSLC ബാച്ചിന്റെ സംഗമവേദിയിലാണ് പുസ്തക പ്രകാശനം നടത്തിയത്. വാളാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ
KC രാജൻ മാസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി പ്രിൻസി ഷിജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദാമോദരൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. സുരേഷ്, KK നാരായണൻ, കുഞ്ഞുകൃഷ്ണൻ, പ്രകാശൻ കർത്ത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പട്ടാമ്പി അക്ഷരജാലകം ബുക്സാണ് കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെയോ ഓഫീസിലെയോ പഴയ ഫർണിച്ചർ മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പഴയ ഫർണിച്ചറുകളൊക്കെ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത്തരം ഫർണിച്ചറുകൾ ഏതൊരവസ്ഥയിലുള്ളതാണെങ്കിലും മികച്ച മൂല്യത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഐഫ അവസരമൊരുക്കുന്നു. ഐഫ, ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. മെയ് 11 ലോക മാതൃദിനം. അമ്മയുടെ സ്നേഹവും കരുതലും ലോകം നന്ദിയോടെ സ്മരിക്കുന്ന ദിനം. സ്നേഹത്തിന്റെ അമ്മ കിളി കൂടൊരുക്കി ലോകമെങ്ങും മാതൃദിനം ആഘോഷിക്കുകയാണ്. ആ സമം അമ്മ വാക്കു പഠിച്ചു തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. മാതാവ്, ജനനി, തായി, അംബിക, പര്യായ പദങ്ങൾ ഏറെയുണ്ടെങ്കിലും ജീവിതത്തിൽ പകരം വെക്കാനാകാത്ത ഒരാളാണ് അമ്മ. വാക്കിലൊതുങ്ങാത്ത ലോകം. പൊക്കിൾക്കൊടിയിൽ തുടങ്ങുന്ന ആ സ്നേഹബന്ധം ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നു. തിരക്കേറിയ ജീവിതയാത്രയിൽ അമ്മയ്ക്കായി മാറ്റിവെക്കാനും സ്നേഹസമ്മാനങ്ങൾ നൽകാനും ഒരു ദിവസം. മാതൃദിനത്തിന്റെ ലക്ഷ്യം അതാണ്. 1908 അമേരിക്കക്കാരിയായ അന്ന ജാവിസ് ആണ് ആദ്യമായി മാതൃദിനാഘോഷം സംഘടിപ്പിച്ചത്. ആഭ്യന്തര യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്ക് പരിചരണം നൽകുന്നതിനായി മദേഴ്സ് ഡേ വർക്ക് ക്ലബ്ബുകൾ സ്ഥാപിച്ച സമാധാന പ്രവർത്തകരായിരുന്ന അമ്മ റീഫ്സ് ജാവിസിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് അന്ന ഈ പരിപാടി സംഘടിപ്പിച്ചത്. തന്റെ കുടുംബത്തിനും രാജ്യത്തിനു വേണ്ടിയുള്ള അമ്മയുടെ സമർപ്പണത്തിനും ത്യാഗത്തിനും ആദരാഞ്ജലി അർപ്പിക്കുക എന്നതായിരുന്നു അന്ന ജാവിസിന്റെ ലക്ഷ്യം. അങ്ങനെ 1914 എല്ലാ മെയ് മാസത്തിലും 2ാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ആഘോഷിക്കണമെന്ന പ്രഖ്യാപനത്തിൽ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഒപ്പുവെച്ചു. അതിനുശേഷമാണ് ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ മാതൃദിനം ആഘോഷിച്ചു തുടങ്ങിയത്. എല്ലാ തെറ്റുകളും പുറത്ത് ക്ഷമയോടെ താങ്ങും തണലുമായി മാതാപിതാക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന കാലത്ത് ഈ മാതൃദിനം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വാർദ്ധക്യത്തിൽ നിസ്സഹായതയിൽ മാതാപിതാക്കളെ നമുക്ക് കരുതലോടെ പരിപാലിക്കാം, സ്നേഹത്തോടെ ചേർത്ത് നിർത്താം. പ്രസിദ്ധമായ മുളയൻകാവ് കാളവേല തിങ്കളാഴ്ച ആഘോഷിക്കും. ചൊവ്വാഴ്ചയാണ് വലിയ പൂരം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 2 കാളവേലയും 2 പൂരവും ആഘോഷിക്കുന്ന വള്ളുവനാട്ടിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുളയൻകാവ് ബോധിക്ഷേത്രം. ക്ഷേത്രത്തിലെ വലിയ കാളവേല നാളെ ആഘോഷിക്കും. 10 തറ 4 ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ പൂരാഘോഷം. മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് വലിയ കാളവേലയും വലിയ പൂരവും ആഘോഷിക്കുന്നത്. പുറമത്ര ദേശത്തിന്റെ വകയാണ് വലിയ കാളവേല. രാവിലെ കാളവേല കൊട്ടിയറിയിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. വൈകുന്നേരം സംഗീതാർച്ചന, രാത്രി ഡബിൾ തായമ്പുക, രാത്രി 11 മണി മുതൽ കാളപ്രദക്ഷിണം, തുടർന്ന് കാളയിറക്കം, തോൽപ്പാവക്കൂത്ത് എന്നിവയും അരങ്ങേറും. 100 ഇണക്കാളകളാണ് മുളയങ്കാവ് കാളവേലയിൽ അണിനിരക്കുക. തിങ്കളാഴ്ചയാണ് വലിയ പൂരം. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, പൂരം കൊട്ടിയറിയിക്കൽ, ഉച്ചയ്ക്ക് ശേഷം താലം നിരത്തിയുള്ള തേരെഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, പരമ്പരാഗത വേലവരവ്, വെളിച്ചപ്പാടന്മാരുടെ നൃത്തം, അരിയറ് തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും. മേടമാസ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളും നടത്തി വന്നിരുന്നു. കേരള പ്രവാസി സംഘം തൃത്താല ഏരിയ കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി MA നാസർ ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ ഏരിയ പ്രസിഡന്റ് AV മുഹമ്മദ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി M സുബ്രഹ്മണ്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PV നബീസ, ഷർഫുദ്ദീൻ കളത്തിൽ, TA ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. അങ്ങനെയുള്ള മേൽത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമായി നടത്തുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മളുടെ ക്ഷേമനിധി അംഗങ്ങൾ നമ്മുടെ പ്രദേശത്ത് തൃത്താല ഏരിയ കമ്മിറ്റിക്കകത്ത് എത്ര ക്ഷേമനിധി ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മേൽത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നടക്കുകയും അതിനനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട്. പണ്ടൊക്കെ നമ്മൾ യോഗം വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തകരെല്ലാം തന്നെ യോഗത്തിൽ വരുന്നതിന് മുമ്പ് ചോദിക്കും, അല്ല ഈ യോഗത്തിൽ വന്നിട്ട് എന്താ കാര്യം അല്ലേ? പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, പ്രവാസികൾക്ക് എന്താ നേട്ടം അത് ചോദിച്ചിട്ടല്ലോ. ഞാനടക്കമുള്ള ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 15 വർഷമായിട്ട് 23 വർഷമായി ഈ സംഘടനയുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഈ 23 വർഷത്തിൻ്റെ ഇടയിൽ പല ഘട്ടങ്ങളിലും നാം തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ
സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ ഗുണം, അല്ലെങ്കിൽ പ്രവാസികൾക്ക് എന്താ ഗുണം, ഏത് രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് പ്രവാസികൾക്ക് ലഭിക്കുക, എന്തെങ്കിലും ഉണ്ടോ? ഇതൊന്നും ഇല്ലാതെ നമ്മൾ എന്തിനായി വെറുതെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രവാസികൾ ഇക്കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവാസിക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? കഴിയില്ല. ആ രീതിയിലേക്ക് പ്രവാസി സംഘത്തിന്റെ പ്രവർത്തനവും സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനവും മെച്ചപ്പെട്ട രീതി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ആനുകൂല്യങ്ങളെ കുറിച്ചത് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കും. പെൻഷൻ തന്നെയാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പദ്ധതി. 3000 രൂപ പെൻഷൻ ലഭിക്കുക എന്ന് പറയുന്നത് ഞാൻ 1992 വിദേശത്ത് പോയി 2 വർഷം ഞാനവിടെ 95 തൃത്താല ഹൈസ്കൂൾ പരിസരത്ത് താമസിക്കുന്ന മേനാത്ത് വളപ്പിൽ ശിവദാസൻ നിര്യാതനായി 73 വയസ്സായിരുന്നു. വസന്തകുമാരി ഭാര്യയും വരുൺ, പരേതയായ വന്ദന എന്നിവർ മക്കളുമാണ്. സംസ്കാരം തൃത്താല ഹൈസ്കൂൾ പരിസരത്തെ നീളാതീര ശ്മശാനത്തിൽ നടത്തി. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.